യോശുവയുടെ പുസ്തകം 16-ാം അധ്യായം. യോസഫിൻ്റെ മക്കൾക്ക് കിട്ടിയ അവകാശം. യെരിഹോവിൻ്റെ സമീപത്ത് യോർദാൻ തുടങ്ങി കിഴക്ക് യെരിഹോ വെള്ളത്തിങ്കൽ മരുഭൂമിയിൽ തന്നെ തുടങ്ങി യെരിഹോവിൽ നിന്ന് മലനാട് വഴിയായി ബേഥേലിലേക്ക് കയറി ബേഥേലിൽ നിന്ന് ലൂസിന് ചെന്ന് അർക്യരുടെ അതിരായ അതാരോത്തിൽ കടന്ന് പടിഞ്ഞാറോട്ട് യഫ്ലേത്യരുടെ അതിരിലേക്ക് താഴത്ത് ബേത്ത് ഹാരോൻ്റെ അതിർ വരെ ഗസേർ വരെ തന്നെ ഇറങ്ങിച്ചെന്ന് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. അങ്ങനെ യോസഫിൻ്റെ പുത്രന്മാരായ മനശ്ശെക്കും എഫ്രൈമിനും അവകാശം ലഭിച്ചു. എഫ്രൈമിൻ്റെ മക്കൾക്ക് കുടുംബമായി കിട്ടിയ ദേശം ഏതെന്നാൽ കിഴക്ക് അവരുടെ അവകാശത്തിൻ്റെ അതിർ മേലത്തെ ബേത്ത് ഹാരോൻ വരെ അതെരോത്ത് അദ്ദാർ ആയിരുന്നു. ആ അതിർ മെഥാത്തിൻ്റെ വടക്കുകൂടി പടിഞ്ഞാറോട്ട് ചെന്ന് താനത്ത് ശീലോം വരെ കിഴക്കോട്ട് തിരിഞ്ഞ് അതിനരികത്തുകൂടി യാനോഹയുടെ കിഴക്ക് കടന്ന് യാനോഹയിൽ നിന്ന് അതെരോത്തിനും നാരാത്തിനും ഇറങ്ങി യെരിഹോവിലെത്തി യോർദാങ്കൽ അവസാനിക്കുന്നു. തപ്പൂഹയിൽ നിന്ന് ആ അതിർ പടിഞ്ഞാറോട്ട് കനാൻ തോട് വരെ ചെന്ന് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. എഫ്രൈം ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ ഈ അവകാശം കൂടാതെ മനശ്ശെ മക്കളുടെ അവകാശത്തിൻ്റെ ഇടയിൽ എഫ്രൈം മക്കൾക്ക് വേർതിരിച്ചു കൊടുത്ത പട്ടണങ്ങളൊക്കെയും അവയുടെ ഗ്രാമങ്ങളും കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അവർ ഗസേരിൽ പാർത്തിരുന്ന കനാന്യരെ നീക്കിക്കളഞ്ഞില്ല. കനാന്യർ ഇന്നുവരെ എഫ്രൈമ്യരുടെ ഇടയിൽ ഊഴിയവേല ചെയ്ത് പാർത്തു വരുന്നു. ഇങ്ങനെ യോശുവയുടെ പുസ്തകം 16-ാം അധ്യായം അവസാനിക്കുന്നു.